ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളിൽ വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് ഫെമിനിൻ ഹാബിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ജോയ്ഫുൾ റിസീവിങ് എന്നുള്ളതാണ്. നമ്മളൊരാൾക്കൊരു സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അല്ല ഒരു വസ്തു കൊടുക്കുക, ഗിഫ്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും എന്നുള്ളതാണ്. അഥവാ സന്തോഷത്തോടു കൂടിയിട്ട് അത് സ്വീകരിക്കുക, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ മുഖത്ത് കാണുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ താങ്ക്സ് ഒക്കെ പറയുമല്ലോ, അങ്ങനെ നന്ദി പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡുള്ള വ്യക്തിയാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് മനസ്സിലാക്കുമ്പോൾ തോന്നുന്ന ഒരു അട്രാക്ഷനുണ്ട്. അത് വളരെ ഡിഫറെൻ്റ് ആണ്, അത് സ്പെഷ്യലാണ്. സോ അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. താങ്ക്സ് പറയുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്. ഒപ്പം തന്നെ വളരെ നല്ല സ്മൈലോട് കൂടിയിട്ട് എന്തും മറ്റുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കുക. അപ്പം നമുക്ക് ഈ ജോയ്ഫുൾ റിസീവിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് സെൽഫ് കെയർ ആണ്. നല്ല വൃത്തിയിൽ നടക്കുന്ന ആളുകളെ നമുക്ക് കണ്ടാലറിയാം, അല്ലേ? അവർ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും, നല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം തന്നെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ അങ്ങോട്ട് പോകും. അത് വെൽ ഡ്രസ്സഡ് കൂടിയാണെങ്കിൽ എന്തായാലും പുരുഷന്മാരെ നോക്കിയിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരാളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഒരു സ്പെഷ്യൽ അറ്റൻഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് കൂടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. സെൽഫ് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെ നമുക്ക് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൃത്യമായിട്ട് നഖം വെട്ടുക, കൃത്യമായിട്ട് മുടി ചീകി വെക്കുക, അല്ലെങ്കിൽ മുടി എന്തെങ്കിലുമൊക്കെ വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെക്കുക, നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഇടുക. സ്ത്രീകളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിക്ക് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ശരിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഇത്രയാണ് ഉദ്ദേശിച്ചത്. നല്ല സെൽഫ് കെയർ ഉണ്ടായിരിക്കുക, അത് ഉള്ള ആളുകളെ നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ ഉണ്ടല്ലോ. ഈ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് കുറച്ച് പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഫീലാണ്. പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിലുള്ള സ്ത്രീകളുമായിട്ട് കുറച്ച് ടൈം സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവും എന്നുള്ളതാണ്. ഇതൊരു സത്യമാണ്. ഓക്കെ, ഒരു സ്ത്രീയും പുരുഷനും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ അത് കറക്റ്റ് ആണെങ്കിൽ, അത് മറ്റൊരു വ്യക്തിക്ക് റിലാക്സേഷൻ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള ഒരു ഹാബിറ്റ്, അങ്ങനെ സംസാരിക്കുന്ന ഹാബിറ്റ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ ആളുകളൊന്നും മോശം പറയാത്ത നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അത് അയണൊക്കെ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. കാണുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നാലാമത്തേത്, പുരുഷന്മാരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഹാബിറ്റ്, നന്നായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പുരുഷൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിനെ ഒരു പ്രൗഡായിട്ട് കാണുക, ആ നേട്ടത്തിനെ. അത് ഇപ്പോൾ കരിയറിൽ എന്തെങ്കിലും സക്സസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പാഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്രീഷിയേറ്റ് ചെയ്യാം, അല്ലേ? ആ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശീലം ആ വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു പുരുഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും ആ സ്ത്രീയെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയിൽ ഉണ്ടെങ്കിൽ, സ്വഭാവത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ക്വാളിറ്റീസ് ആയിട്ടുണ്ടെങ്കിൽ
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ആ വ്യക്തിയെ കാണുക. അപ്പോൾ നിങ്ങൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീയാണോ അല്ലേ? വീഡിയോ കാണുന്ന സ്ത്രീ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഐ ആം ആൻ അട്രാക്റ്റീവ് ഗേൾ എന്നുള്ളത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കമൻ്റ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. ഈ 5 പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഹാബിറ്റാക്കി മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുക. പുരുഷന്മാരുടെ സ്പെഷ്യൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുക കൂടി ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു സ്പെഷ്യൽ കെമിസ്ട്രി വർക്കാവും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അത് ആ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഇഷ്യൂസ് പറയാം, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും പ്രൊഫഷണൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ്, ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, പക്ഷേ ആ വ്യക്തി എനിക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ ഒന്നും തരുന്നില്ല, ആ വ്യക്തി എന്നെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം, ഒന്ന് കെയർ ചെയ്യണം, സ്നേഹിക്കണം, എന്നെ ഒന്ന് ചേസ് ചെയ്യണം, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ആ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. ആ അഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക. ചേസിങ് അഫർമേഷൻ എന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അത് അയച്ചു തന്നു കഴിഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം 21 ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അല്ലെങ്കിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്